എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. അപ്പോൾ എല്ലാ മക്കൾക്കും ഇതിൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. വേണ്ടേ, നമ്മളിത് കാപ്പിയാണ് ഇട്ടിരിക്കുന്നത്, ബ്രൂവിൻ്റെ കാപ്പി ഇട്ട്. പിന്നെ രാവിലെ ഞാൻ കഴിക്കേണ്ട അത് പുളിയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ കഴിക്കണം, കാപ്പി കുടിക്കണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയ മലക്കറിയും പിന്നെ പരിപ്പും കായവും ഉലുവയും കടുകും എല്ലാം ചതച്ച് കഴിച്ച് നല്ലോണം നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷമേ ഞാൻ പൊടികളൊക്കെ എടുത്തോളൂ. അപ്പോൾ സാമ്പാർ വേണ്ടിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പം ഞാൻ കാപ്പി പിടിക്കട്ടെ. നമ്മളത് ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. ബക്രീദ് പ്രമാണിച്ച് നമ്മൾ ബീഫ് ബിരിയാണി വെക്കുന്നത്. അപ്പം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ടാ അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മസാലകൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ചോറ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ലോണം വഴറ്റി വരട്ടെ. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ബീഫ് തട്ടി കൊടുക്കാം. നമ്മുടെ മസാലയ്ക്കകത്ത് നമ്മൾ പിന്നെ ലേശം മുളക് പൊടി, ലേശം പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ചെറിയ 2 സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് തട്ടാം. ബീഫ് ഈ വെള്ളത്തോട് തന്നെ തട്ടുവാണേ. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ താണ്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരിതുണ്ട്. അപ്പം കുറച്ചുകൂടെ ചോറ് വേവണം. അപ്പം നമുക്ക് ആ ചോറ് ചെറിയ തീയിട്ടിട്ട് നമുക്ക് ഈ ചോറ് തട്ടി അതിനകത്തോട്ടിടാം. ചോറ് പതുക്കെ നമ്മൾ ചോറ് ഇതിനകത്ത് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ, ഇടുന്നില്ലേ. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ. ഇനി എന്നിട്ട് ഈ ചോറ് മേളിൽ നിന്ന് തന്നെ ഈ നെയ്യ് ഒഴിച്ച ചോറ് മേളിൽ നിന്ന് ചോറ് മാത്രം ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം ഈ നെയ്യ് എല്ലാ ചോറിൻ്റെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയാണേ. നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് തട്ടിപ്പൊത്തി വെക്കാം. ഇതാ അപ്പോൾ ചോറും ചൂടാവും, കറിയും സെറ്റാവും. എന്നിട്ട് നമുക്ക് പിന്നെ കഴിക്കാൻ നേരത്ത് നമുക്കത് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് ചെറിയ തീയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവാളയൊക്കെ മുട്ടിച്ചിടാം. ഞാനിതിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല, ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് പപ്പടം കൂടെ വറക്കാം. നമ്മൾ പപ്പടം വറക്കുവാണ്. സാലഡ് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് തേച്ച് ചേർത്തിട്ടില്ല കേട്ടോ. സാലഡ് ഇതാണ്ട് കണ്ടോ, മുട്ടക്ലോസ്, ക്യാരറ്റ്, സവാള, ഉപ്പ്, പച്ചമുളക്. അപ്പോൾ നമുക്ക് പപ്പടം വറക്കാം. അപ്പോൾ സാലഡ് അവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് പപ്പടം വറക്കാം. അപ്പോഴും നമുക്ക് ഉച്ചയ്ക്ക് ഊണ് വിളമ്പിയാലോ. അതാണ്ടേ ചോറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് 5-6 ഉള്ളിയും കൂടെ ഞാൻ മൂപ്പിച്ചിട്ടിട്ട്, ഉള്ളി 2 ബദാം കൂടെ മൂപ്പിച്ചിട്ടേ. അപ്പോഴും ചോറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്കത് വിളമ്പാം. കണ്ടോ, നല്ല ബീഫ് മസാലയും സൈഡിൽ നിന്ന് വിളമ്പുക കേട്ടോ. ഇത് അപ്പോൾ കിണ്ടുണ്ടല്ലോ. ഉണ്ടോ, നമുക്ക് റൈസ് ഇടാം. അപ്പോൾ നല്ല സൂപ്പർ ബീഫ് ബിരിയാണി. അപ്പോൾ കഴിക്കട്ടെ. പപ്പടവും സാലഡും. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചൂടാക്കി ഇതാണ്ടേ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എല്ലാ മക്കളും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.